ഇന്നേ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു ഗുലാബ് ജാം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതിന് വേണ്ടി ബ്രെഡിൻ്റെ വക്കൊക്കെ എന്നിങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞു, മാറ്റി വെച്ചു. കളഞ്ഞിട്ടില്ല, ഞാൻ തന്നെ കഴിച്ചു കേട്ടോ. കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് സിറപ്പാക്കി എടുക്കണം കേട്ടോ. മാറ്റി വെച്ച ഈ ബ്രെഡിൻ്റെ പീസിൽ അതിലേക്ക് കുറച്ച് പാൽ കേട്ടോ, കാച്ചി വെച്ച പാലാണ്. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തു കേട്ടോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഇതില്ലേ ബ്രെഡിൻ്റെ മാവ്, അത് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചിട്ട് അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തു കേട്ടോ. അത് തിരിച്ചും മറിച്ചും വറുത്തതാക്കിയിട്ട് അതിൻ്റെ ഒരു ബ്രൗൺ കളർ ആവണ വരെ അതൊന്ന് വറുത്തെടുത്തു. എന്നിട്ടത് മാറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അതൊരു പരീക്ഷണമാണ്. ഞാൻ ഉണ്ടാക്കിയ പഞ്ചസാര സിറപ്പിലാണ് തണുത്തപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കേട്ടോ. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ബോളില്ലേ, അതിലേക്ക് ഇട്ടു. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. അതിലുള്ള ആ മധുരമൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിതൊന്ന് കഴിച്ച് നോക്കുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടികൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇതെങ്ങനെ ഇരിക്കും എന്നറിയില്ലല്ലോ. അപ്പോൾ ഇത് വിജയിച്ചിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. എന്തായാലും മക്കൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇഷ്ടപ്പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.